ആര്യൻ ട്രാക്ക് മാറ്റിയതിനെ പറ്റി ജിസേലും റെനെ അപ്പാനിയും പറഞ്ഞു. അവനൊരു ട്രാക്ക് തന്നെ ഇല്ലെന്നുള്ളത് നമുക്കല്ലേ അറിയാവുള്ളൂ. അവൻ എന്തൊക്കെയാ കാണിക്കണമെന്ന് അവന് തന്നെ അറിയില്ല. അവൻ എന്തൊക്കെയോ പിടിച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് പോയി. ഇപ്പൊ അവൻ കാണിച്ചു കൂട്ടുന്ന വേറൊരു ജോക്കർ ടൈപ്പ് പരിപാടിയാണ്. ഈ ആഴ്ച കടന്നു പോകുമെന്ന് പോലും പറയാൻ പറ്റില്ല. ഒരാഴ്ച കൊണ്ട് അത്രയും വെറുപ്പിച്ചിട്ടുണ്ട്. ഷാനവാസും അഭിലാഷും ഒനിയിലും ഒക്കെ അനുവിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് റെനെ അപ്പാനിയും കൂടെ സംസാരിച്ചു. ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് അനുവിനെ കോർണർ ചെയ്യാന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് പറയും. പിന്നെ ഷാനവാസിന്റെ അഭിലാഷിന്റെ ഒക്കെ ഗ്യാങ് അനുവിനെ എരിവിരി ഏറ്റുന്നതാണ് കാണിക്കുന്നത്. ഇവന്മാര് ശരിക്കും അയൽക്കൂട്ടം പരിപാടി തന്നെ കേട്ടോ. അഭിലാഷൊക്കെ പറയുന്നത് കേട്ടായിരുന്നു, ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്, ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാധനമൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവന്മാരൊന്നും ഗ്രൂപ്പ് അല്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, അക്ബർ, അപ്പാനി, റെന അങ്ങനെയുള്ളവരെയൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ഗ്യാങ്ങിനെ പൊളിക്കണം. അതിനിപ്പോൾ അനുവിനെയും കൂടെ കൂട്ടുപിടിക്കുകയാണ്. അനുവാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഗ്രൂപ്പുകളൊക്കെ പൊളിക്കും എന്ന് പറഞ്ഞേക്കുന്ന ആളാണ്. അനു ഈ ഗ്രൂപ്പിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അനുവിന്റെ അടുത്തൊരു കളമാറ്റൽ കാണേണ്ടി വരും. അനുവിന് എന്തായാലും അത് നെഗറ്റീവ് ആവും. അവരത് ഉറപ്പായിട്ടും യൂസ് ചെയ്യുകയും ചെയ്യും. അനുവിനാണെങ്കിൽ നോമിനേഷൻ വരും എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ നിലവിൽ ഇപ്പോൾ അവിടെ ഗ്രൂപ്പ് ഉള്ളവരുടെ ഒരു ഗ്രൂപ്പും ഗ്രൂപ്പ് ഇല്ലാത്തവരുടെ ഒരു ഗ്രൂപ്പും ഉണ്ട്. അതിനുശേഷം പണിപ്പുരയിൽ നിന്ന് അവർ നേടിയ ഫുഡ് ഐറ്റംസ് അവർക്ക് കിട്ടി. 20,250 പോയിന്റ്സിനുള്ള സാധനങ്ങളാണ് അവരെടുത്തത്. അതിനുള്ള ബില്ലും ബിഗ് ബോസ് കൊടുത്തു. ഇത്രയും പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് അവർ ചെയ്യണം. അതും സ്വേച്ഛാധിപതികളുടെ അടിമകളായിട്ടുള്ള ആ 7 പേരാണ് ആ ടാസ്ക് ചെയ്യേണ്ടത്. രാവിലെ വേക്കപ്പ് ടൈമിലുള്ള ആ ടാസ്ക് ചെയ്ത് തീർക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സ്വേച്ഛാധിപതികൾ തീരുമാനിക്കുന്ന 3 പേര് നോമിനേഷനിലേക്ക് പോകും. കൂടാതെ സ്വേച്ഛാധിപതികൾ തിരഞ്ഞെടുത്ത 3 പേർക്ക് ഈ വീക്കെൻഡിലും അടുത്ത ഓണം വീക്കെൻഡിലും ലാലേട്ടനെ കാണാൻ സാധിക്കില്ല. അങ്ങനെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. 4 ഗെയിമുകളാണുള്ളത്. അത് 4 ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്താൽ 1000 പോയിന്റ് ലഭിക്കും. 20 റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ 20,000 പോയിന്റ് ലഭിക്കും. ഒന്നാമത്തെ ഗെയിം 10 മാച്ച് ബോക്സ് പാത്രത്തിൽ തട്ടിയിടണം. രണ്ടാമത്തെ ഗെയിം 10 നട്ടുകൾ കൈകളുടെ സഹായമില്ലാതെ കോല് മാത്രം ഉപയോഗിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി നിർത്തണം. മൂന്നാമത്തെ ഗെയിം കപ്പുകൾ അടുക്കി വെച്ച് കൊട്ടാരം ഉണ്ടാക്കണം. നാലാമത്തെ ഗെയിം 5 ബോട്ടിലുകൾ ഫ്ലിപ്പ് ചെയ്ത് നേരെ നിർത്തണം. ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള ഗെയിം നട്ടുകൾ അടുക്കി വെക്കുന്ന ഗെയിമാണ്. ഇതിന്റെ ഇടയിൽ നെവിന്റെ സഹായത്തോടെ ജിസേൽ അറിയാതെ ആദില, നൂറ, അനു ഇവരെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ ഫുഡൊന്നും ഈ ടാസ്ക് ചെയ്യുന്നവർക്ക് കൊടുക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നെവിനെയൊക്കെ കട്ടമുട്ടൻ ചീത്ത വിളിച്ചാണ് അനു. ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ മാത്രമേ വാ തുറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഇപ്പോൾ അവന്റെ അടുത്ത് തന്നെ ഇരന്ന് വാങ്ങിച്ച് അനു തിന്നുന്നത്. ജിസേൽ ഈ ഒരു സാധനം അറിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഒരു ആക്ടിവിറ്റി ഏരിയയിൽ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ ഇവർക്ക് മാത്രം ഫുഡ് കൊടുത്തത് ശരിയായില്ല എന്ന് ജിസേൽ പറയുന്നുണ്ട്. ജിസേൽ അത് ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും അതിനകത്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അപ്പാനിയും അഭിലാഷും ഒക്കെ അവിടെ പോയിട്ട് ഗെയിം എങ്ങും എത്താത്തതിനെ പുച്ഛിച്ചോണ്ട് ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ബെഡ്റൂമിലും ജിസേൽ അതിനെപ്പറ്റി പറഞ്ഞു. അവരൊക്കെ ആവശ്യത്തിന് ഫുഡ് കഴിച്ചാണ്, ഇനിയും കാജു കത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇനിയൊന്നും കഴിച്ചില്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞു. അനുമോള് നിർത്തടി എന്നൊക്കെ പറഞ്ഞു. ജിസേലും അതിന് തിരിച്ചു മറുപടി പറഞ്ഞു. അങ്ങനെ ആ ഒരു ടോക്ക് ബിഗ് ബോസ് അവസാനിപ്പിച്ചു. ഇത്രയൊക്കെയാണ് എപ്പിസോഡിലുള്ളത്. ഇനിയും പലരുടെയും ഗെയിമും സ്ട്രാറ്റജി എല്ലാം നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായി പിന്നീട് കാണാം. താങ്ക്